കെഎസ്ആർടിസി പണിമുടക്ക് തടഞ്ഞ ഹൈക്കോടതി വിധിയെ വെല്ലുവിളിച്ച് തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ യൂണിയനുകളുടെ യോഗം തീരുമാനിച്ചു. നിയമപരമായി നോട്ടീസ് നൽകിയാണ് പണിമുടക്കിലേക്ക് നീങ്ങുന്നതെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ഇന്ന് അർദ്ധരാത്രി മുതലാണ് സമരം. ഒരിക്കൽ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മാറ്റിവെച്ച പണിമുടക്ക് വീണ്ടും 1-ാം തീയതി നോട്ടീസ് കൊടുത്ത് ഇത്രയും ദിവസം ഈ ചർച്ച ചെയ്യാനോ ഇന്ന് രാവിലെ ഒരു പ്രഹസനമായി കെഎസ്ആർടിസി മാനേജ്മെന്റ് ചർച്ച ചെയ്തുകൊണ്ട് ആകെ ട്രേഡ് യൂണിയനുകളെ തന്നെ തൊഴിലാളി സമൂഹത്തെ ഒന്നാകെ വെല്ലുവിളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് എന്നുള്ളതുകൊണ്ട് ഇനിയും ഒത്തുതീർപ്പിനുള്ള സമയവും സാധ്യതകളും ഉണ്ട് എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പണിമുടക്ക് മാറ്റിവെക്കേണ്ടതില്ല എന്നാണ് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി തീരുമാനിച്ചിട്ടുള്ളത്. പണിമുടക്കുമായി മുന്നോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം നിയമവിരുദ്ധവും ജനത്തെ വലയ്ക്കുന്നതുമാണ് പണിമുടക്കെന്ന് നിരീക്ഷിച്ചാണ് കോടതി പണിമുടക്ക് തടഞ്ഞത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീനാഥ് ചേർന്നു. ശ്രീനാഥ്, പണിമുടക്കുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് യൂണിയൻ നേതാക്കൾ. നേരത്തെ ഹൈക്കോടതി എന്ത് നിരീക്ഷണമാണ് നടത്തിയത്? ഇന്ന് രാവിലെ ഇരുപക്ഷത്തിന്റെയും വ്യക്തമായ വാദം കേട്ട ഹൈക്കോടതി ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ജനങ്ങളെയാണ് ബാധിക്കുക. ജനങ്ങൾക്കും അവകാശമുണ്ട്. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സാധാരണ ജനങ്ങൾക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഇരുപക്ഷവും തയ്യാറാകണം എന്നൊരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചു. മാത്രമല്ല, ഈ ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ച ഹൈക്കോടതി മാനേജ്മെന്റിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അതായത് 1-ാം തീയതി സമരത്തിന് നോട്ടീസ് നൽകിയ ശേഷം ഇന്ന് 14-ാം തീയതിയായി. 14 ദിവസം എന്തുകൊണ്ട് മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, തൊഴിലാളികൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അത് മാനേജ്മെന്റിനോടാണ് പറയേണ്ടത്. അത് പറയാനുള്ള ഒരു വേദി ഒരുക്കേണ്ടതും മാനേജ്മെന്റാണ്. ഇത്തരത്തിൽ വേദി ഒരുക്കാതെ മാനേജ്മെന്റുകൾ മുന്നോട്ട് പോകുന്ന നിലപാട് സ്വീകാര്യമല്ല എന്നൊരു നിലപാടായിരുന്നു ഇന്ന് ഹൈക്കോടതി സ്വീകരിച്ചത്. ഏതായാലും അതിനുശേഷമാണ് നാളെ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ ഇരുപക്ഷത്തോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ചർച്ചയ്ക്ക് ശേഷം മാത്രം ഒരു നിലപാടിലേക്ക് എത്താം എന്നാണ് ഹൈക്കോടതി സൂചിപ്പിച്ചത്. ചൊവ്വാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുന്നത് വരെ ഇതിൽ സമരം ഉൾപ്പെടെയുള്ള നടപടികൾ മാറ്റിവെക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സമരം തടയുകയും ചെയ്തിട്ടുണ്ട് 14-ാം തീയതി വരെ. അതിനുശേഷം ചർച്ചയ്ക്ക് ശേഷം ചൊവ്വാഴ്ച കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ സംസാരിക്കാം എന്നാണ് കോടതി ഇന്ന് അറിയിച്ചിരിക്കുന്നത്. അതുവരെ മാനേജ്മെന്റ് അല്ലെങ്കിൽ സർക്കാർ നിലപാട് അറിയിച്ചിട്ടുണ്ടോ വിഷയത്തിൽ? അതുവരെയുള്ള നിലപാടാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒത്തുതീർപ്പ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഒത്തുതീർപ്പ് ചർച്ച ഉണ്ടായിരുന്നു. ഇനിയും നാളെയും ഒത്തുതീർപ്പ് ചർച്ച ഉണ്ടാകും. ഇന്ന് രാവിലെ നടന്ന ഒത്തുതീർപ്പ് ചർച്ച പ്രഹസനമായിരുന്നു എന്ന് ട്രേഡ് യൂണിയനുകളുടെ അഭിഭാഷകർ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി വീണ്ടും ഒത്തുതീർപ്പ് ചർച്ച വേണം എന്നൊരു നിലപാട് സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാളെയും ഒത്തുതീർപ്പ് ചർച്ചയാകാം എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ആ ഒത്തുതീർപ്പ് ചർച്ച വിശാലമായ അർത്ഥത്തിൽ നടത്തണം എന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശേഷം മാത്രം എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് നിലപാട് സ്വീകരിക്കാം എന്ന് കോടതി പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഒത്തുതീർപ്പ് ചർച്ച പ്രഹസനമായിരുന്നു എന്ന് ട്രേഡ് യൂണിയനുകളുടെ അഭിഭാഷകർ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ മാനേജ്മെന്റ് തയ്യാറാകണം. ഏതായാലും KSRTC MDയുടെ ഇതുവരെയുള്ള നിലപാട് ആശാസ്യമല്ല എന്ന് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തു. അതിനുശേഷം വിശാലമായ ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കണം എന്നൊരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം സഹകരിക്കണം എന്നാണ് തൊഴിലാളികളോടും ഇന്ന് ഹൈക്കോടതി അഭ്യർത്ഥിച്ചത്. അതായത് ശ്രീനാഥ്, തൊഴിലാളികളെ വിമർശിക്കുന്നതോടൊപ്പം തൊഴിലാളി സമര സമിതിയെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ മാനേജ്മെന്റിനും കടുത്ത വിമർശനങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നതും. തീർച്ചയായിട്ടും തൊഴിലാളികളുടെ സമരം നിയമപരമല്ല. കാരണം നേരത്തെ നിരവധി സമരങ്ങൾ ഉണ്ടായപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് ബാങ്ക് കേസിലൊക്കെ സുപ്രീം കോടതി സമരങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ നോട്ടീസ് നൽകി എന്നതുകൊണ്ട് മാത്രം സമരവുമായി മുന്നോട്ട് പോകാൻ തൊഴിലാളി യൂണിയനുകൾക്ക് അർഹതയില്ല. നോട്ടീസ് നൽകുന്നത് സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനുമതിയല്ല എന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. എങ്കിലും ഒത്തുതീർപ്പ് ചർച്ചകൾ ആവശ്യമാണ്. ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് പരാതി
പരാതികൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരത്തിൽ പരാതികൾ ഉണ്ടാകുമ്പോൾ അത് അവർ മാനേജ്മെന്റ് മുമ്പാകെയാണ് ഇത്തരം സാഹചര്യത്തിൽ അവതരിപ്പിക്കുക. മാനേജ്മെന്റ് അത്തരം പരാതികൾ തള്ളുകയാണെങ്കിൽ അത് കോടതിയുടെ മുമ്പാകെ എത്തും. ഇത്തരത്തിൽ പടിപടിയായി വേണം ഒരു പ്രശ്നത്തെ സമീപിക്കാൻ എന്ന് കോടതി പറഞ്ഞു. ശ്രീനാഥ് ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ നൽകുന്നത്. ഒപ്പം ഉമേഷ് ബാലകൃഷ്ണനും ചേരുന്നു. ഉമേഷ്, തൊഴിലാളികളോട് സമരസമിതിയോട് പണിമുടക്കിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി അതോടൊപ്പം തന്നെ മാനേജ്മെന്റിനെ വിമർശിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് MD വിഷയത്തിനകത്ത് സ്വീകരിച്ച നിലപാട് ആശാസ്യമല്ല എന്ന് വരെ ഹൈക്കോടതി പറയുകയുണ്ടായി. ആ വാദങ്ങളിൽ പിടിച്ചുകൊണ്ടാണോ പണിമുടക്കുമായി മുന്നോട്ടു പോകും എന്ന് സമരസമിതി പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ സമരസമിതി തീരുമാനം ഇന്ന് അർദ്ധരാത്രി 12 മണിവരെ സമയമുണ്ട്. അതിനു മുൻപ് ഏതു സമയത്തും ആര് ചർച്ചയ്ക്ക് വിളിച്ചാലും പോകാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയും സംയുക്ത സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് പണിമുടക്കിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോൾ സംയുക്ത സമരസമിതി എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ ഒരു ചർച്ച ആരംഭിക്കും. അങ്ങനെയാണെങ്കിൽ ആ ചർച്ചയിൽ തീരുമാനമാകും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നതും. നിലവിൽ പ്രധാന ആവശ്യങ്ങളായി മുന്നോട്ട് വെച്ചതിൽ ചില ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താൻ തയ്യാറാണ് എന്നുള്ള ഒരു സൂചനയും KSRTC സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ DA 5 വർഷത്തെ DAയിൽ 1 വർഷം നൽകി, ബാക്കി 4 വർഷത്തെ DA നൽകാനുണ്ട്. ശമ്പള പരിഷ്കരണം നടപ്പാക്കാനുണ്ട്. പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കാനുണ്ട്. പക്ഷേ ഈ 3 തീരുമാനങ്ങളും അടിയന്തരമായി നടപ്പാക്കാൻ കഴിയുന്നതല്ല എന്ന് തങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ ഒരു ഡ്യൂട്ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ ഒരു പഠന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നടപ്പാക്കാം എന്നുള്ള ഒരു പക്ഷേ നടപ്പാക്കാനുള്ള ഒരു അംഗീകാരം ലഭിച്ചാൽ പോലും ഒരുപക്ഷെ ഇവർ സമരത്തിൽ നിന്ന് പിന്മാറുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് ഡ്യൂട്ടി പരിഷ്കരണം പ്രധാനമായി ഡബിൾ ഡ്യൂട്ടി എന്നുള്ളത് സിംഗിൾ ഡ്യൂട്ടി സംവിധാനത്തിലേക്ക് മാറിയത് മുതലാണ് KSRTC മാനേജ്മെന്റും KSRTC യൂണിയനുകളും തമ്മിലുള്ള ഒരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇത്തരത്തിൽ സിംഗിൾ ഡ്യൂട്ടി സംവിധാനം പൂർണ്ണതോതിൽ നടപ്പാക്കിയതിൽ അപാകതയുണ്ട് എന്നുള്ളതായിരുന്നു ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ പ്രകാരം ഡ്യൂട്ടി പരിഷ്കരണത്തിലെ ചില മാറ്റങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ച് റിപ്പോർട്ട് KSRTC മാനേജ്മെന്റിന് കൈമാറിയിരുന്നു. എന്നാൽ KSRTC മാനേജ്മെന്റ് അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതിന് KSRTC MD പറയുന്ന ന്യായം തനിക്ക് ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷേ രേഖകൾ പ്രകാരം കഴിഞ്ഞ മാസം 4-ാം തീയതി തന്നെ KSRTC മാനേജ്മെന്റ് ഈ റിപ്പോർട്ട് കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് രേഖകളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന വാദം ഇനി നിലനിൽക്കില്ല. ഈ സാഹചര്യത്തിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ KSRTC ചെയർമാനെ അടക്കം വിളിച്ചു വരുത്തി ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പണിമുടക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. അല്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ KSRTC ബസ്സുകൾ ഓടില്ല. ഇന്ന് രാത്രി മുതൽ ഓടേണ്ട ദീർഘദൂര ബസ്സുകൾ അടക്കം സർവീസ് നടത്താതെ പണിമുടക്കിൽ നിന്ന് പിന്മാറാൻ ആണ് തൊഴിലാളികൾക്കും സംയുക്ത ട്രേഡ് യൂണിയൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും മന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള ചർച്ച കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്തിമ ഒരു തീരുമാനം ലഭിക്കും. ഹൈക്കോടതി പണിമുടക്ക് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് അത് വകവയ്ക്കാതെ ഉമേഷ് ബാലകൃഷ്ണൻ, അർദ്ധരാത്രി മുതൽ KSRTC ജീവനക്കാർ പണിമുടക്കിലേക്കാണ്. മന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം ഉണ്ടാകും. ബലാത്സംഗ കേസിൽ പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത കന്യാസ്ത്രീകളെ ഒന്നിച്ച് സ്ഥലം മാറ്റി സഭയുടെ പ്രതികാര നടപടി. 4 കന്യാസ്ത്രീകളെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റിയത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേർന്നു. ഡാനി, സ്ഥലം മാറ്റത്തിന് എന്ത് കാരണമാണ് സഭ പറയുന്നത്? അപർണ, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് നൽകിയ നോട്ടീസ്, അതിന് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഒരു നോട്ടീസുണ്ട്. അതിൻ്റെ തന്നെ ഭാഷയും ശൈലിയും തന്നെയാണ് ഈ 4 കന്യാസ്ത്രീകൾക്കും നൽകിയ സ്ഥലം മാറ്റ ഉത്തരവിലും ഇവർ പ്രകടമാക്കുന്നത്. കാരണം സഭയ്ക്കെതിരെ കുറ്റം ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ് ഇവരെല്ലാവർക്കും തന്നെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭയ്ക്ക് എതിരായ ചില നടപടികളുണ്ട്. ഈ സമരത്തിൽ പങ്കെടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്ന് സമർത്ഥിക്കുന്ന രീതിയിലാണ് ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പലപ്പോഴും കന്യാസ്ത്രീകൾക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇവർ ഇത് വകവെച്ചിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ഇവരെ 4 പേരെയും മറ്റ് ഇടങ്ങളിലേക്ക്, അതായത് ഇന്ത്യയിലെ തന്നെ ഈ കോൺഗ്രിഗേഷന്റെ മറ്റ് മഠങ്ങളിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. സിസ്റ്റർ ജോസഫിനെ ജാർഖണ്ഡിലേക്ക് മാറ്റിയിരിക്കുന്നു. സിസ്റ്റർ ആൽഫിയെ ബീഹാറിലേക്കും
സിസ്റ്റർ അനുപമ ഈ സമരത്തിന് നേതൃത്വം നൽകി എന്ന് പറയാവുന്ന സിസ്റ്റർ അനുപമയെ പഞ്ചാബിലെ അമൃത്സറിലേക്ക് മാറ്റിയിരിക്കുന്നു. സിസ്റ്റർ ആൻസിറ്റയെ കണ്ണൂരിലേക്കുമാണ് സ്ഥലമാറ്റം നടത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഇപ്പോൾ സംഭവിക്കുന്നത് ഈ സ്ഥലമാറ്റം നടപ്പാകുന്നതോടുകൂടി മറ്റൊരു ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തീർച്ചയായും അത് ദുർബലമാകുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം ഇത് കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അടക്കം അപ്പോയിന്റ് ചെയ്തുകൊണ്ട് സർക്കാർ നടപടികൾ മുന്നോട്ട് പോകുന്നു. വൈകാതെ കുറ്റപത്രം സമർപ്പിക്കലുണ്ടാകുന്നു. ഈ ഘട്ടത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ സാക്ഷികൾ, അതോടൊപ്പം തന്നെ ഈ കേസിന് പിന്തുണ നൽകിയവർ, സമരത്തിനിറങ്ങിയവർ, ഇവരെ ഒന്നടങ്കം തന്നെ അക്ഷരാർത്ഥത്തിൽ ചിതറിച്ചുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് ഇവരെ സ്ഥലമാറ്റം നടത്തിയിരിക്കുന്നു. അത് കേസിനെയും അതിന്റെ വഴികളെയും തന്നെ ദുർബലപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം അല്പം മുമ്പ് സിസ്റ്ററോടും മറ്റും സംസാരിക്കുമ്പോൾ പോലും മനസ്സിലാകുന്നത് ഇവർക്കടക്കം വലിയ ഭീഷണികളടക്കം നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു സുരക്ഷിതമായ ഒരിടത്ത് നിന്ന് മറ്റിടങ്ങളിലേക്ക് അവർ പോകേണ്ടി വരുന്നതിന്റെ ഒരു വലിയ ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇവിടേക്ക് പോകാൻ അവർ കൂട്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കുറവിലങ്ങാട് മഠത്തിൽ തന്നെ അവർ തുടരുമെന്ന ഒരു തീരുമാനം പറയുന്നുണ്ട്. അതോടൊപ്പം ഈ സമരത്തിന് മുഴുവൻ പിന്തുണയും ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ തന്നെ തുടർന്ന് അങ്ങോട്ടും അവർ സിസ്റ്ററിന് പിന്തുണ നൽകും എന്ന് തന്നെയും വ്യക്തമാക്കുന്നു. സമരത്തിന് മുൻപ്, സമരം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് തന്നെ കന്യാസ്ത്രീകൾക്കെതിരായ പരാമർശങ്ങൾ, നടപടിയെടുക്കലുകൾ മുതലായ കാര്യങ്ങൾ നേതൃത്വം കൊടുത്ത ഒരാൾ കൂടിയല്ലേ മദർ ജനറൽ റെജീന കടന്തോട്ടം. ആ സമയത്ത് തന്നെ ആ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നതല്ലേ? അവർ തന്നെയല്ലേ 5 പേർക്കുള്ള സ്ഥലം മാറ്റവും സഭയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്? അപർണ, തീർച്ചയായും തന്നെയാണ്. കാരണം ഇവർ ആ രീതിയിൽ സഭയ്ക്ക് വേണ്ടി, അതായത് സിറോ മലബാർ സഭയുടെ കീഴിൽ വരുന്നതാണ് ഈ കോൺഗ്രിഗേഷൻ, അവർക്ക് വേണ്ടി തന്നെ നേരത്തെ ഇറക്കിയ ഉത്തരവ് ആ വ്യക്തി തന്നെയാണ് ഇപ്പോഴും അത് ഒരിക്കൽ കൂടി. നേരത്തെ ഇവർ കഴിഞ്ഞ വർഷം തന്നെ ഇത്തരം ഒരു സ്ഥലമാറ്റം നീക്കത്തിന് വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇത് പാടെ നിരാകരിച്ചുകൊണ്ട് ഇവർ മഠത്തിൽ തന്നെ തങ്ങുകയും ഈ സമരമുഖത്തേക്ക് എത്തുകയും ഇതിനെ സമരം വളരെ വിജയകരമായ രീതിയിലേക്ക് ഇവർ പിന്തുണ നൽകുകയും ചെയ്യുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇത് നടപ്പാക്കി തീരൂ എന്ന രീതിയിൽ തന്നെ ഈ മദർ ജനറൽ വീണ്ടും എത്തുന്നത്. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നത് സഭയുടെ, സിറോ മലബാർ സഭയുടെ സിനഡ് നടക്കുകയാണ്. സഭയ്ക്കകത്തും പുറത്തും സമൂഹത്തിലും വരുത്തേണ്ട സാമൂഹികമായ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ എന്നത് സംബന്ധിച്ചാണ് സിനഡിന്റെ ചർച്ചാ വിഷയം നടക്കുന്നത്. നാളെയോടുകൂടി തന്നെ സിനഡ് സമാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ നേരത്തെ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കും അതോടൊപ്പം ഈ 4 കന്യാസ്ത്രീകൾക്കും ഇപ്പോൾ സ്ഥലം മാറ്റം വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം കുറവിലങ്ങാട് മഠം വിട്ടുപോകില്ലെന്ന് സ്ഥലം മാറ്റപ്പെട്ട സിസ്റ്റർ അനുപമ ന്യൂസ് 18നോട് പറഞ്ഞു. കേസ് ദുർബലമാക്കാനാണ് സ്ഥലമാറ്റം. സഹപ്രവർത്തകയ്ക്ക് നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും അവർ പറഞ്ഞു. ഞങ്ങൾ പോയില്ലെങ്കിൽ അവർക്ക് ഞങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി അല്ലെങ്കിൽ അനുസരണക്കേട് എന്ന് കാണിച്ചുകൊണ്ട് അവർക്ക് ആ നടപടി എടുക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ കേസ് എങ്ങനെയെങ്കിലും അട്ടിമറിക്കണം. അതിനുവേണ്ടി അവർ നമ്മുടെ സിസ്റ്ററിനെ ഒറ്റപ്പെടുത്താനും സിസ്റ്ററിന്റെ മെന്റലിയും ഫിസിക്കലിയും ഇമോഷണലിയും സിസ്റ്ററിനെ ഒറ്റപ്പെടുത്താനും സിസ്റ്ററിനെ അത്ര സമ്മർദ്ദത്തിലാക്കാനും വേണ്ടി തന്നെയാണ്. ഞങ്ങൾ എന്തായാലും ഞങ്ങൾ സിസ്റ്ററിന്റെ കൂടെ നിൽക്കും. അത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞങ്ങളുടെ സിസ്റ്ററിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ സിസ്റ്ററിന്റെ കൂടെ നിൽക്കും. ഈ കേസ് തീരുന്നത് വരെ ഞങ്ങൾ ഈ മഠത്തിൽ നിന്നും പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല. സ്ഥലം മാറ്റിയ നടപടിക്ക് പിന്നിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലാണെന്ന് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ. നടപടി വളരെ വേദനാജനകമാണ്. ഇതിനെതിരെ ശക്തമായി പോരാടുമെന്നും സിസ്റ്റർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഫ്രാങ്കോ എന്ന് പറയുന്ന ബിഷപ്പിന്റെയും കൂടെ ബിഷപ്പായിരുന്ന ആളുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടായിരിക്കാം ഒരു പക്ഷെ. കാരണം അവരുടെ മേലധികാരികൾ ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. അതെന്തായാലും തീർത്തും വേദനാകരമാണ്. ഒറ്റപ്പെടുത്തിയിട്ട് എരിവായ സിസ്റ്ററിനെ ഒറ്റയ്ക്കാക്കി മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടെ ഒറ്റപ്പെടുത്തി കഴിയുമ്പോൾ അവരെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാകാനാണ് സാധ്യത. മാനസികമായ സപ്പോർട്ട് നഷ്ടപ്പെട്ടു. അത് തീർത്തും വേദനാകരമായ ഒരു നടപടിയാണ്. എന്താണ് ക്രൈസ്തവ മൂല്യം എന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ലാത്തതുപോലെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടന ഇല്ല. പുനഃസംഘടനാ ചർച്ചകൾക്ക് തൽക്കാലത്തേക്ക് അവധി നൽകാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. പുനഃസംഘടന നടത്തിയാൽ ഭിന്നതയുണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേർന്നു. ഉണ്ണി, എന്താണ് എടുത്തിരിക്കുന്ന തീരുമാനം? പുനഃസംഘടന വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴും അതിൽ അഭിപ്രായ ഭിന്നത ഒരു വശത്തുനിന്ന് ഉയരുന്ന സാഹചര്യമുണ്ട്. എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര നേതൃത്വം?
അപർണ, അഭിപ്രായ ഭിന്നതകൾ ഒഴിവാക്കാനാണ് കോൺഗ്രസിൽ ഇപ്പോൾ പുനഃസംഘടന വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്. ആഴ്ചകളായി അല്ലെങ്കിൽ മാസങ്ങളായി നടക്കുന്ന ചർച്ചയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടന നടത്തുക എന്നത് സംബന്ധിച്ച്. വലിയ ജംബോ കമ്മിറ്റികളൊക്കെ പിരിച്ചുവിട്ടുകൊണ്ട് പ്രവർത്തനക്ഷമതയുള്ള ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റികൾക്ക് രൂപം നൽകുക എന്ന ആലോചനയാണ് നടന്നിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. AI ഗ്രൂപ്പുകൾ ഇപ്പോൾ പൂർണ്ണമായ അഴിച്ചുപണി വേണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. മുല്ലപ്പള്ളി ആകട്ടെ ഏതാണ്ട് ഒരു നീക്കുപോക്കെങ്കിലും വേണം, ചിലരെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുനഃസംഘടന വേണമെന്ന അഭിപ്രായവും സ്വീകരിച്ചു. 2 റൗണ്ടുകളിലായി ഡൽഹിയിൽ ചർച്ച നടന്നതാണ്. എന്നാൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് പുനഃസംഘടനാ ചർച്ചകൾ ഒഴിവാക്കിയിരിക്കുന്നത്. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നിലവിലെ കമ്മിറ്റികൾ അതേപടി തുടരും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിന് പ്രധാന കാരണമായിരിക്കുന്നത് പുനഃസംഘടന നടത്തുകയാണെങ്കിൽ നേതാക്കളുടെ അഭിപ്രായ ഭിന്നതകളും അവരുടെ തർക്കങ്ങളും അധികാരം നഷ്ടമാകുന്നവർക്കുള്ള പ്രശ്നങ്ങളും ഒക്കെ വരും. അത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്നൊരു ആശങ്ക തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രൂപ്പുകൾക്ക് അതീതമായി ഈ ഒരു സാഹചര്യത്തിലാണ് പുനഃസംഘടനാ ചർച്ചകൾ ഒഴിവാക്കിയിരിക്കുന്നത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 4 കമ്മിറ്റികൾക്ക് രൂപം നൽകും. പ്രചാരണം, മാധ്യമ വിഭാഗം, ഏകോപനം തുടങ്ങി 4 കമ്മിറ്റികൾക്കാണ് രൂപം നൽകുക. ഈ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തേണ്ടവരുടെ പേരുകൾ എത്രയും പെട്ടെന്ന് നൽകണമെന്ന് KPCCക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനം പൂർത്തിയാക്കി എത്തിയാലുടൻ ഈ കമ്മിറ്റികളുടെ ഘടന സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും. ഫെബ്രുവരി 20 മുൻപ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംഘടനാ ചുമതലയുള്ളവർ മത്സരിക്കണോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. സംസ്ഥാന ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി KPCC നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രചാരണ സമിതി ചെയർമാൻ K മുരളീധരൻ എന്നിവരാണ് ഡൽഹിയിൽ മുകുൾ വാസ്നിക്കുമായി ചർച്ച നടത്തിയത്. കേരള ഹൌസിൽ 3 നേതാക്കളും പ്രത്യേകം ചർച്ച നടത്തിയ ശേഷമായിരുന്നു മുകുൾ വാസ്നിക്കുമായുള്ള കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പിനുള്ള വിവിധ കമ്മിറ്റികളുടെ രൂപീകരണമാണ് ചർച്ചാ വിഷയം. ഫെബ്രുവരി 20-നകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ ചർച്ച വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. 20ഓടുകൂടി സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശവും ആ രൂപത്തിൽ തന്നെയാണ്. ഓരോ മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ട 3 പേരുടെ പട്ടിക സമർപ്പിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ ഹൈക്കമാൻഡ് നേരിട്ട് സർവേ നടത്തുമെന്നും സൂചനയുണ്ട്. ഈ മാസം 29-ന് കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങളും നേതാക്കൾ അവലോകനം ചെയ്തു. ന്യൂസ് 18 ഡൽഹി. കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പാട് നടക്കുന്ന സമരം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. വ്യവസായ മന്ത്രി E.P. ജയരാജനും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വ്യവസായ വകുപ്പിലെയും IREയിലെയും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, സമരസമിതി നേതാക്കൾ ആരെങ്കിലും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്താണ് യോഗത്തിൽ? അപർണ, സമരസമിതിയെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. പകരം ആദ്യം ഉദ്യോഗസ്ഥരുടെയും അതിനുശേഷം പ്രദേശത്തെ ജനപ്രതിനിധികളുടെ യോഗമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. ആദ്യം ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ IRE അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയാണ്. വ്യവസായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം ജനപ്രതിനിധികളുടെ യോഗം നടക്കും. 2 യോഗങ്ങളിലും മന്ത്രിമാരായ മേഴ്സിക്കുട്ടിയമ്മയും അതുപോലെ E.P. ജയരാജനും പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. സമവായ നീക്കവുമായാണ് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചത്. ആലപ്പാട്ടെ സമരം ശക്തമാവുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സമവായ നീക്കം ആരംഭിച്ചത്. ആദ്യം ഈ സമരത്തെ സർക്കാർ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. പ്രത്യേകിച്ചും മന്ത്രി E.P. ജയരാജനും മേഴ്സിക്കുട്ടിയമ്മയും സമരം ബാഹ്യശക്തിയുടെ ഇടപെടൽ കൊണ്ടാണെന്ന സൂചന നൽകി സംസാരിക്കുകയും ചെയ്തു. ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ പോലും ഈ നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇടപെട്ട ഒരു സമവായ നീക്കം എന്ന നിലയിൽ ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി ആലപ്പാട് സന്ദർശിക്കുകയും അവിടുത്തെ ഖനനം പ്രകൃതിക്കും തീരദേശത്തിനും ദോഷം ചെയ്യുമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാണ് സമരസമിതിയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. സർക്കാരും ഈ റിപ്പോർട്ട് വളരെ ഗൗരവമായി കാണുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഖനനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് കൂടുതൽ പഠനത്തിന് ശേഷം മാത്രം ഖനനം അതേ നിലപാടിലേക്ക് സർക്കാർ എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത്തരമൊരു സാഹചര്യവും സർക്കാർ പരിശോധിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചർച്ച നടക്കുകയാണ്. ശബരിമല ദർശനത്തിനെത്തിയ 2 സ്ത്രീകളെ ബലം പ്രയോഗിച്ച് തിരിച്ചിറക്കി പോലീസ്. കണ്ണൂരിൽ നിന്നുള്ള രേഷ്മ നിശാന്ത്, ഷാനില സജീഷ് എന്നിവരെയാണ് പ്രതിഷേധത്തെ തുടർന്ന് നീലിമലയിൽ നിന്ന് തിരിച്ചിറക്കിയത്. ദർശനം നടത്താതെ മടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് ഇരുവരും പോലീസ് ക്യാമ്പിൽ നിരാഹാര സമരം തുടങ്ങി. സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ തന്നെ വ്രതം ആരംഭിച്ചെന്ന് പ്രഖ്യാപിച്ച കണ്ണൂർ സ്വദേശികളായ രേഷ്മ നിശാന്തും ഷാനില സജീഷും ഇന്നലെ രാത്രിയാണ് പമ്പയിലെത്തിയത്. 7 പുരുഷന്മാരടങ്ങുന്ന 9 അംഗ സംഘം പുലർച്ചെ 4 മണിക്ക് മല കയറാൻ തുടങ്ങി.
ശബരിമല കർമ്മസമിതിയുടെ 3 പ്രവർത്തകരാണ് ആദ്യം ഇവരെ തടഞ്ഞുവെച്ചത്. പിന്നീട് 2 പേർ കൂടി ചേർന്ന് ശരണം വിളി ആരംഭിച്ചു. അരമണിക്കൂറിന് ശേഷം പോലീസ് 5 പ്രതിഷേധക്കാരെയും അറസ്റ്റ് ചെയ്തു. പക്ഷേ മുന്നോട്ട് യാത്ര വേണ്ടെന്നാണ് ഇരുവരോടും പോലീസ് പറഞ്ഞത്. ആർഎസ്എസ്കാരാണോ ഇവിടെ ഭരിക്കുന്നത്? അവരാണോ തീരുമാനിക്കുന്നത്? കോടതി ഉത്തരവിന് ഇവിടെ ഒരു വിലയില്ലേ? കോയമ്പത്തൂരിലെ കോവൈ ധർമ്മരാജ അരശപീഠ മഠത്തിൽ നിന്നെത്തിയ 80 അംഗ സംഘവും പ്രതിഷേധക്കാർക്ക് ഒപ്പം കൂടി. തുടർന്നുള്ള 3.5 മണിക്കൂറിൽ പോലീസ് യുവതികളുമായും സംഘാംഗങ്ങളുമായും പലതവണ ചർച്ച നടത്തി. തിരിച്ചു പോകണമെന്നാണ്, കാരണം ഇവിടുത്തെ അക്രമങ്ങളും ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോകണമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് വന്ന് കയറാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് തൽക്കാലം ഇല്ല. അത്രയും 3 ദിവസങ്ങളാണ് ഉള്ളത്. ഒടുവിൽ വനിതാ പോലീസ് എത്തി 2 പേരെയും ബലം പ്രയോഗിച്ച് സ്ഥലത്തു നിന്നും നീക്കി. യാത്രയിൽ ഇരുവരും നിരാഹാര സമരത്തിലുമാണ്. മല കയറുമ്പോൾ സന്നിധാനത്തുണ്ടാവാനിടയുള്ള പ്രതിഷേധങ്ങൾ ഭയന്നാണ് പോലീസ് യുവതികളെ പിന്തിരിപ്പിച്ചത്. മണ്ഡല മകരവിളക്കുകാലം അവസാനിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനവും നിർണായകമായി. സന്നിധാനത്തു നിന്നും ആർ കിരൺ ബാബുവിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18 പമ്പ. ശബരിമല മേൽനോട്ട സമിതി ഹൈക്കോടതിയിൽ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചു. പോലീസുകാർ കാവൽ നിൽക്കുന്ന ഗേറ്റ് വഴി യുവതികൾ എങ്ങനെ സന്നിധാനത്തെത്തിയെന്ന് അറിയില്ലെന്ന നിരീക്ഷക സമിതി. അജ്ഞാതരായ 5 പേർക്കൊപ്പമാണ് യുവതികൾ സന്നിധാനത്തെത്തിയത്. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ തിരുവാഭരണ ഘോഷയാത്രയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമമുണ്ടായി. ഇക്കാര്യം ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയെ സന്നിധാനത്തേക്ക് വിളിച്ചെങ്കിലും എത്തിയില്ല. എന്നാൽ പന്തളത്ത് തുടരണമെന്ന് DGP നിർദ്ദേശിച്ചതിനാലാണ് എത്താതിരുന്നതെന്ന് പത്തനംതിട്ട SP വിശദീകരിച്ചു. കർണാടകത്തിൽ സ്വതന്ത്ര MLAമാർ കുമാരസ്വാമി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ സർക്കാർ ഉണ്ടാക്കുമെന്ന അവകാശവാദവുമായി BJP. മഹാരാഷ്ട്ര മന്ത്രിയും BJP നേതാവുമായ റാം ഷിൻഡെയാണ് സർക്കാർ ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഇന്ന് വൈകുന്നേരത്തോടെ കർണാടകത്തിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്ന് പ്രശ്നപരിഹാരത്തിനായി ബംഗളൂരുവിലെത്തിയ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അവകാശപ്പെട്ടു. കൊല്ലം ബൈപ്പാസിലൂടെ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത കൊല്ലം ബൈപ്പാസിലൂടെയുള്ള ആദ്യ KSRTC യാത്ര വേറിട്ട ഒരു അനുഭവമായിരുന്നു. ശ്യാം ദേവരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉദ്ഘാടന പിറ്റേന്ന് കൊല്ലം ബൈപ്പാസിലൂടെ ബസ് ഗതാഗതവും സജീവമാണ്. ഒരു ബസ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇത് കൊട്ടിയത്തേക്കുള്ള ബസ്സാണ്. നമ്മളും ഈ ബസ്സിൽ ഇവർക്കൊപ്പം യാത്ര ചെയ്യുകയാണ്. ബൈപ്പാസിന്റെ ഉദ്ഘാടന പിറ്റേന്ന് ബസ്സിലൂടെ യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. ഞങ്ങളും ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. കാവനാട് നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ കാവനാട് പാലം കടക്കുകയാണ്. അഷ്ടമുടിക്കായലിന് മുകളിലൂടെയാണ് 650 മീറ്റർ നീളമുള്ള കൊല്ലത്തെ ഏറ്റവും നീളമുള്ള പാലം. ബൈപ്പാസിലൂടെ ആദ്യ യാത്രയാണോ? ഫസ്റ്റ് രാവിലെ ഒന്ന് പോയായിരുന്നു. ഇപ്പോൾ റിട്ടേൺ വരികയാണ്. നമ്മുടെ നാട്ടിൽ എന്നേ വരേണ്ടതായിരുന്നു. ഇപ്പം ഇത്രയും കൊണ്ടുവന്ന് നമ്മുടെ മോദിജിക്ക് നമ്മുടെ ഏറ്റവും വലിയ ആശംസ അർപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രേമേന്ദ്ര സാറിനും പിന്നെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ മറ്റേ പിണറായി വിജയൻ സാറിന് എല്ലാവർക്കും നമ്മളതിന് ഏറ്റവും വലിയ കടപ്പെട്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കരുതാവപ്പള്ളിയിൽ നിന്ന് നേരിട്ട് ഹോസ്പിറ്റലിൻ്റെ വാതൊക്കെ ഇറങ്ങാൻ. യാത്ര ചെയ്യുന്നതിനൊരു പ്രത്യേക സുഖമുണ്ട്. കാണാനൊക്കെ നല്ല മനോഹരമായിരിക്കുന്നു, ഗംഭീരമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു വികസനം വന്നപ്പോഴത്തേക്കിന് യാത്ര ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ബൈപ്പാസ് വന്നതുമൂലം ഒരു ബസ് ഡ്രൈവർ എന്ന നിലയിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ബ്ലോക്ക് ഇല്ലാതെ കൃത്യമായിട്ട് ഓടിക്കാൻ കഴിയും. ഈ റൂട്ട് വിജയിക്കുകയാണെങ്കിൽ കോർപ്പറേഷന് വൻ വിജയമായിരിക്കും. ഈ സർവീസ് കളക്ഷനിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ജനങ്ങളോട് സഹകരിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. രാവിലെ നല്ല ആളുണ്ടായിരുന്നു. ഓരോരുത്തരും അവരുടെ ഓഫീസിൽ 10-14 വർഷത്തിന് ശേഷം ഓഫീസിന് മുമ്പിൽ ഇറങ്ങുന്ന ഒരു സന്തോഷം നമുക്ക് കാണാൻ കഴിഞ്ഞു. അഷ്ടമുടി കായലിന് കുറുകെയുള്ള കടവൂർ പാലമാണിത്. മറ്റൊരു വലിയ പാലം. ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രകൃതി സൗന്ദര്യം, അഷ്ടമുടി കായലിൻ്റെയും പ്രകൃതിയുടെയും ഒക്കെ സൗന്ദര്യം ആസ്വദിച്ച് ഇതുവഴി യാത്ര ചെയ്യാം. ബൈപ്പാസിലൂടെ യാത്ര ചെയ്യാം. കൊല്ലം ബൈപ്പാസിലൂടെയുള്ള ബസ് യാത്രകൾ ഇനിയും തുടരും. പക്ഷേ ഞങ്ങൾ ഈ യാത്ര ഇവിടെ മങ്ങാട് ജംഗ്ഷനിൽ അവസാനിപ്പിക്കുകയാണ്. ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18.